പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ സ്ഫോടനം. BSF ജവാന് ഗുരുതര പരിക്കേറ്റു. പ്രദേശത്തു നിന്ന് നിരവധി സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത് നിർവീര്യമാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് ആര് സ്ഥാപിച്ചു? ഈ വലിയ സ്ഫോടക വസ്തു ശേഖരം അവിടെ എത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? എത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, ഇന്നലെ രാത്രിയാണ് ഈ പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് അസ്വാഭാവികമായ ചില നീക്കങ്ങൾ BSFന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് BSF ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു. ഗുരുദാസ്പൂരിൽ അതിർത്തിയിലാണ് ഇത്തരത്തിൽ അസ്വാഭാവികമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ തെരച്ചിലിനിടെ വയറുകളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്നാണ് ഇത് IEDകൾ നിരനിരയായി ഈ പ്രദേശത്ത് സ്ഥാപിച്ചതായി BSF കണ്ടെത്തുകയും അത് കണ്ടെത്തി നിർവീര്യമാക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തത്. ഇതിനിടെയാണ് അബദ്ധത്തിൽ ഒരു IED പൊട്ടിത്തെറിച്ച് ഒരു BSF ജവാന്റെ കാലിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് ഈ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി അവിടെ വ്യാപകമായ തെരച്ചിൽ നടത്തി മുഴുവൻ IEDകളും കണ്ടെത്തി നിർവീര്യമാക്കിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ ഗുരുദാസ്പൂർ അതിർത്തി എന്നുള്ളത് അത്ര പ്രശ്നബാധിതമായ മേഖലയല്ല. ഈ അതിർത്തി വേലിക്ക് അപ്പുറവും ഇന്ത്യയിലെ കർഷകരുടെ ഭൂമിയാണ്. അവിടെ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള അനുമതി ഉൾപ്പെടെ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ സൈനികരെയും കർഷകരെയും ലക്ഷ്യം വെച്ച് ഭീകരവാദികൾ സ്ഥാപിച്ചതാണ് ഈ IEDകൾ എന്ന നിഗമനത്തിലാണ് സൈന്യം. വിജയകുമാർ. പ്രദേശത്ത് നിരവധി സ്ഫോടക വസ്തുക്കളാണ് സേന കണ്ടെടുത്ത് ഇപ്പോൾ നിർവീര്യമാക്കിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ ഈ അതിർത്തി മേഖലയിൽ സ്വാഭാവിക നീക്കങ്ങൾ സേനയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരമൊരു പരിശോധനയ്ക്കിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.